ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ അറസ്റ്റിലായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയിൽ വാദം ഈ മാസം 11-ന്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത് ശബരിമലയിലെ സ്വർണമാണെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നുവെന്നാണ് ഗോവർദ്ധന്റെ വാദം. അന്വേഷണം സംഘത്തിന് നൽകിയിരുന്ന മൊഴി. അതേസമയം ചെന്നൈയിൽ ചികിത്സ വേണമെന്നാവശ്യപ്പെട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെ അപേക്ഷയിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാകും കോടതി നടപടി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കഴിഞ്ഞ ഡിസംബർ 19-നാണ് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിക്കൊപ്പം സ്വർണ്ണ വ്യാപാരിയായ ബെല്ലാരി ഗോവർദ്ധൻ അറസ്റ്റിലാകുന്നത്. മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണത്തിൽ ഒരു ഭാഗം ഇടനിലക്കാരൻ വഴി ഗോവർദ്ധന് നൽകിയതായാണ് കണ്ടെത്തൽ. എന്നാൽ തനിക്ക് നൽകിയ സ്വർണം ശബരിമലയിലേതാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നതാണ് ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലുള്ളത്. റിമാൻഡ് തുടർന്നു വരവേ ഗോവർദ്ധൻ സമർപ്പിച്ച ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ച ശേഷമാണ് വിശദമായ വാദം കേൾക്കാൻ 11-ാം തീയതിയിലേക്ക് മാറ്റിയത്. അതേസമയം മറ്റൊരു പ്രതിയായ പങ്കജ് ഭണ്ഡാരി ത്വക്ക് സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചെന്നൈയിൽ ചികിത്സ വേണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ പങ്കജ് ഭണ്ഡാരിയുടെ ആവശ്യം ശക്തമായി എതിർത്തു. കഴിഞ്ഞ ദിവസം വാദം കേട്ട കോടതി മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും തീരുമാനമെടുക്കുക. സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചത് നീക്കം ചെയ്യണമെന്നും ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഈ അക്കൗണ്ട് വഴി പണമിടപാട് നടന്നിട്ടുള്ളതായും അക്കൗണ്ട് മരവിപ്പിച്ചത് നിലനിർത്തണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കേസിൽ 8 പ്രതികൾ ഇതിനോടകം തന്നെ ജാമ്യം നേടി ജയിലിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ പ്രത്യേക അന്വേഷണ സംഘവും സംശയനിഴലിലാണ്. ജനം, കൊല്ലം.